നമസ്കാരം. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മീഡിയ കമ്മീഷൻ ന്യൂസ് ടൈം. പ്രധാന വാർത്തകൾ. നല്ലിടം വിപണന ശൃംഖലയുമായി പേട്ട ഫെറോന സാമൂഹ്യ ശുശ്രൂഷ. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി പേട്ട ഫെറോന സാമൂഹ്യ ശുശ്രൂഷ സമിതി, SHG, KLM എന്നിവ സംയുക്തമായി നല്ലിടം വിപണന ശൃംഖല പദ്ധതി നടപ്പിലാക്കി. മനുഷ്യനെയും പ്രകൃതിയെയും സംരക്ഷിച്ചുകൊണ്ടുള്ള സുസ്ഥിര വികസനത്തിലൂന്നിയ പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യകത. ഇത് മനസ്സിലാക്കിയാണ് സ്വയം സഹായ സംഘങ്ങളും കേരള ലേബർ മൂവ്മെന്റ് ചേർന്ന് വരുമാന ലഭ്യതയ്ക്കായി പരിസ്ഥിതി സൗഹൃദമായ രീതിയിൽ സുരക്ഷിത ഭക്ഷണ ഉൽപ്പന്നങ്ങളുടെ വിപണി തുറന്നത്. പേട്ട സെന്റ് ആൻസ് ഫെറോന ദേവാലയത്തിൽ വച്ച് സെപ്റ്റംബർ 1 ഞായറാഴ്ച സംഘടിപ്പിച്ച നല്ലിടം വിപണന ശൃംഖലയുടെ 2ാം ഘട്ട സംരംഭകർക്ക് ഏറെ പ്രോത്സാഹനമേകി. രൂപത സാമൂഹ്യ ശുശ്രൂഷ ഡയറക്ടർ ഫാദർ ആഷ്ലിൻ ജോസ്, പേട്ട ഇടവക വികാരി ഫാദർ ഡേവിഡ്സൺ, ശ്രീ തോമസ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ ചുവടുവയ്പ്. മരിയൻ എഡ്യൂസിറ്റി, മരിയൻ ബിസിനസ് സ്കൂൾ കേരള ഗവർണർ നാടിന് സമർപ്പിച്ചു. 7 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന മേനംകുളത്തെ മരിയൻ ക്യാമ്പസ് ഇനി മരിയൻ എഡ്യൂസിറ്റി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിശിഷ്ടാതിഥിയായ ചടങ്ങിൽ വച്ചാണ് തിരുവനന്തപുരത്തെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്തെ പ്രശസ്തമായ മരിയൻ എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഒരു കുടക്കീഴിലാക്കി മരിയൻ എഡ്യൂസിറ്റി പ്രഖ്യാപിച്ചത്. മരിയൻ ബിസിനസ് സ്കൂളിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ചടങ്ങിൽ തിരുവനന്തപുരം അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ചെന്നറ്റോ അധ്യക്ഷത വഹിച്ചു. അതിരൂപത മുൻ ബിഷപ്പ് ഡോക്ടർ സൂസപ്പാക്യം അനുഗ്രഹ പ്രഭാഷണം നടത്തി. മോൺസിഞ്ഞർ യൂജിനസ് പെരേര, ചിറയൻകീഴ് MLA AV ശശി, മരിയൻ ആർട്സ് കോളേജ് മാനേജർ ഫാദർ പങ്ക്രേഷ്യസ് എന്നിവർ സംസാരിച്ചു. മരിയൻ എഞ്ചിനീയറിംഗ് കോളേജ് മാനേജർ ഫാദർ AR ജോൺ സ്വാഗതം പറഞ്ഞു. അക്കാദമിക രംഗത്തെ പരസ്പര സഹകരണത്തിനും അടിസ്ഥാന സൗകര്യങ്ങളുടെയും വിഭവങ്ങളുടെയും സമഗ്രമായ വിനിയോഗത്തിനും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരേ കുടക്കീഴിൽ വരുന്നത് സഹായകരമാണെന്ന് ഗവർണർ പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയം വിഭാവനം ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് അനുഗുണമായ സമീപനമാണ് എഡ്യൂസിറ്റി എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ശരിയായ വിദ്യാഭ്യാസം ഭൗതികമായ വികാസത്തോടൊപ്പം ആത്മീയ പുരോഗതിക്കും ഉതകുന്നതാകണമെന്നും അത് ആർജവും അനുതാപവുമുള്ള വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുമെന്നും ഗവർണർ പറഞ്ഞു. വചനപ്പൂക്കളം ഒരുക്കി പാളയം ഇടവക മതബോധന സമിതി. ഓണാഘോഷവും മാതാവിന്റെ ജനന തിരുനാളും വ്യത്യസ്തമായ ദൃശ്യവിസ്മയമൊരുക്കി പാളയം ഇടവകയിലെ മതബോധന അധ്യാപകരും വിദ്യാർത്ഥികളും. പൂക്കളം നിർമ്മിച്ചും ഓണപ്പാട്ടുകൾ പാടിയും ദേശീയ ഉത്സവം ആചരിക്കുന്ന പതിവ് രീതിയിൽ നിന്നും വ്യത്യസ്തമായി വിശാലമായ വചനപ്പൂക്കളം ഒരുക്കി ഓണാഘോഷത്തിന് ക്രൈസ്തവ ഭാഷ്യം നൽകി. ബൈബിൾ പുസ്തകങ്ങളുടെ പേരുകളും അവയുടെ രചയിതാക്കളുടെ നാമവും പൂക്കളാകൃതിയിൽ നിർമ്മിച്ചു. ക്രൈസ്തവഗതയും കേരളീയതയും സമന്വയിപ്പിച്ച തിരുവാതിരയുടെ നൃത്തച്ചുവടുകൾ നടന്ന വിസ്മയം തീർത്തു. ഗലീലിയൻ തടാകത്തിൽ തോണി തുഴയുന്ന ശിഷ്യന്മാരെ അനുസ്മരിച്ചുകൊണ്ട് ആഴിയുടെ ആഴങ്ങളിലേക്ക് വല വീശിയെറിഞ്ഞവരുടെ ചുണ്ടിൽ നിന്നും ഉയർന്നത് ക്രൈസ്തവ കേരളീയ സംസ്കാരങ്ങളുടെ സമന്വയ ഗാനങ്ങളായിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലുമായി ബന്ധപ്പെടുത്തി വിദ്യാർത്ഥികൾ മാതാവിൻ്റെ വ്യത്യസ്ത വേഷങ്ങളിൽ പ്രത്യക്ഷീകരണം അവതരിപ്പിച്ചത് വേറിട്ട അനുഭവമായി. രക്ഷകർത്താക്കൾക്കായി പ്രത്യേക മത്സരങ്ങളും നടത്തി. മോൺസിഞ്ഞോർ വിൽഫ്രഡ് ഓണാഘോഷ പരിപാടികളും മാതാവിൻ്റെ ജന്മദിനാഘോഷവും ഉദ്ഘാടനം ചെയ്തു. മതബോധന ഹെഡ്മാസ്റ്റർ ജോസ് ചിന്നത്തമ്പി, സെക്രട്ടറി ഇഗ്നേഷ്യസ് തോമസ്, മേരി ശോഭ എന്നിവർ പ്രസംഗിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ആനിമേറ്റേഴ്സിനായി മീഡിയ ശില്പശാലയൊരുക്കി അതിരൂപത BCC സമിതി. തിരുവനന്തപുരം അതിരൂപതയിലെ BCC സമിതിയിൽ പ്രവർത്തിക്കുന്ന ആനിമേറ്റേഴ്സിനായി മീഡിയ ശില്പശാല നടത്തി. സെപ്റ്റംബർ 9 തിങ്കളാഴ്ച നടന്ന പ്രതിമാസ അവലോകന യോഗത്തിലാണ് മൾട്ടിമീഡിയയുടെ സാധ്യതകൾ ഉപയോഗിച്ച് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ ഉപകരിക്കുന്ന ശില്പശാല നടത്തിയത്. അതിരൂപത മീഡിയ കമ്മീഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി ശ്രീ സതീഷ് ജോർജ് ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. മൾട്ടിമീഡിയ, സോഷ്യൽ മീഡിയ എന്നിവയുടെ സഹായത്താൽ ഫെറോന ഇടവകതല കൂടിവരവുകൾ, സെമിനാറുകൾ, ക്ലാസുകൾ എന്നിവ കാര്യക്ഷമമായി എങ്ങനെ നടപ്പിലാക്കാമെന്നും വിവിധ പരിപാടികൾക്കു ശേഷം മാധ്യമങ്ങളുടെ സഹായത്താൽ പ്രവർത്തനങ്ങളെ കൂടുതൽ പേരിലെത്തിക്കാനും ഉപകരിക്കുന്നതായിരുന്നു മീഡിയ ശില്പശാല. ഓണം റിലീസിന് കടൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കൊണ്ടൽ. സംവിധാനം അജിത് മാമ്പള്ളി. അതിരൂപത അംഗവും മാമ്പള്ളി സ്വദേശിയുമായ അജിത് മാമ്പള്ളിയുടെ സംവിധാനത്തിൽ കൊണ്ടൽ ഓണം റിലീസായി. ആന്റണി വർഗീസിനെ നായകനാക്കി
കടൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ഈ ചിത്രത്തിന്റെ ഹൈലൈറ്റ് കടലിൽ വെച്ച് ചിത്രീകരിച്ച ആക്ഷൻ രംഗങ്ങളാണ്. ചിത്രത്തിലെ ചില രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് അഞ്ചുതങ്ങ് പ്രദേശമാണ്. ചിത്രത്തിന്റെ ടീസർ, ഇതിലെ ഒരു ഗാനം എന്നിവ നേരത്തെ റിലീസ് ചെയ്ത് സാമൂഹിക മാധ്യമങ്ങളിൽ മികച്ച ശ്രദ്ധ നേടിയിരിക്കുന്നു. കടലിൽ വെച്ചുള്ള ത്രസിപ്പിക്കുന്ന ആക്ഷൻ രംഗങ്ങൾ തന്നെയാണ് ട്രെയിലറിന്റെയും ഹൈലൈറ്റ്. ആക്ഷനൊപ്പം പ്രേക്ഷകരെ വൈകാരികമായി സ്വാധീനിക്കുന്ന ഒരു കഥാപരിസരവും ചിത്രത്തിനുണ്ടെന്ന സൂചനയും ഈ ട്രെയിലർ തരുന്നുണ്ട്. ഓണം വിപണന മേള സംയുക്തമായി നടത്തി വട്ടിയൂർക്കാവ് ഇടവകയിലെ സാമൂഹ്യ ശുശ്രൂഷ KLM. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി പാളയം ഫെറോനയിൽ സാമൂഹ്യ ശുശ്രൂഷ സമിതി KLM എന്നിവർ സംയുക്തമായി ഓണ വിപണന മേള സംഘടിപ്പിച്ചു. സാമൂഹ്യ ശുശ്രൂഷയും കേരള ലേബർ മൂവ്മെന്റും ചേർന്നാണ് വരുമാന ലഭ്യതയ്ക്കായി സുരക്ഷിത ഭക്ഷണ ഉൽപ്പന്നങ്ങളുടെ വിപണി തുറന്നത്. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതി വിഭവങ്ങളെ ഉപയോഗിക്കുകയെന്ന സന്ദേശം നൽകാൻ ഈ മേളയിലൂടെ സാധിച്ചതായി അണിയറ പ്രവർത്തകർ പറഞ്ഞു. വലിയതുറ ഫെറോനയിൽ സ്വയം സഹായ സംഘങ്ങളുടെ നേതൃത്വത്തിൽ ഓണം വിപണന മേള. സ്വയം സഹായ സംഘങ്ങളുടെ ശാക്തീകരണവും സാമ്പത്തിക വളർച്ചയും ലക്ഷ്യം വെച്ച് വലിയതുറ ഫെറോനയിൽ ഓണം വിപണന മേള നടന്നു. സ്വയം സഹായ സംഘങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന വിപണന മേള ഫെറോന കോർഡിനേറ്റർ ഫാദർ ബിജിൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ തരം അച്ചാറുകൾ, പച്ചക്കറികൾ, തുണിത്തരങ്ങൾ, ഭക്ഷ്യവിഭവങ്ങൾ എന്നിവ വിവിധ സ്വയം സഹായ സംഘങ്ങൾ മേളയിലൂടെ വിറ്റു. മേളയിൽ ഒരുക്കിയ ഫുഡ് കോർട്ടിലൂടെയും ഭക്ഷ്യവിഭവങ്ങളുടെ വിപണനം നടന്നു. ഫാദർ സാബാസ് ഇഗ്നേഷ്യസ്, ഫെറോന വൈദിക സെക്രട്ടറി ഫാദർ റോസ് ബാബു എന്നിവർ സന്നിഹിതരായിരുന്നു. വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് സെന്റ് നിക്കോളസ് LPSന്റെ കൈത്താങ്ങ്. സെന്റ് നിക്കോളസ് LPSൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചും കുട്ടികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും സംഭാവന സ്വീകരിച്ചും സമാഹരിച്ച 45,000 രൂപ തിരുവനന്തപുരം ജില്ലാ കളക്ടർക്ക് കൈമാറി. ഈ തുക സമാഹരിക്കുന്നതിന്റെ ആദ്യഘട്ടമായി ഓഗസ്റ്റ് 2 വിദ്യാലയത്തിൽ ഒരു ഭക്ഷ്യമേള സംഘടിപ്പിക്കുകയുണ്ടായി. രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും പ്രവർത്തനത്തിന്റെ ഫലമായി ഭക്ഷ്യമേള വൻ വിജയമായിരുന്നു. തുടർന്ന് നടന്ന സ്കൂൾ അസംബ്ലിയിൽ കുട്ടികളിൽ നിന്ന് അവരുടെ കഴിവിനനുസരിച്ചുള്ള തുക സമാഹരിക്കുകയും ശേഷം അധ്യാപകരുടെ വിഹിതവും ചേർത്ത 45,000 രൂപയാണ് ജില്ലാ കളക്ടർ മുഖേന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. റോമൻ സച്ചൻ വൈദിക ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും കണ്ടെത്തി. അത്ഭുതങ്ങൾ പ്രവർത്തിച്ച വ്യക്തി ആർച്ച് ബിഷപ്പ് തോമസ് ജെനറ്റോ. ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട തിരുവനന്തപുരം അതിരൂപതയിലെ വന്യവൈദികൻ റവറൻ ഫാദർ റൊമാൻസിന്റെ മൃതസംസ്കാര കർമ്മങ്ങൾ അതിരൂപത അധ്യക്ഷൻ അഭിവന്യ തോമസ് ജെ നെറ്റോ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. റൊമാൻസൻ അച്ഛന്റെ മാതൃ ഇടവകയായ സെന്റ് ജൂഡ് ചിന്നത്ര ദേവാലയത്തിൽ നടന്ന ചടങ്ങുകൾക്ക് എമിരത്തൂസ് മെത്രാപ്പോലീത്ത അഭിവന്യ സൂസപ്പാക്യം പിതാവും അതിരൂപതയിലെ വൈദികരും സന്യസ്തരും വിശ്വാസികളും അടങ്ങിയ വലിയൊരു ജനസമൂഹം സാക്ഷ്യം വഹിച്ചു. റൊമാൻസൻ അച്ഛൻ വൈദിക ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും കണ്ടെത്തിയ നിരവധി ദൈവവിളികൾക്ക് കാരണഭൂതനായ വ്യക്തിയാണെന്ന് ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ തന്റെ സന്ദേശത്തിൽ പറഞ്ഞു. പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച വൈദികനായിരുന്നുവെന്ന് അഭിവന്യ സൂസപ്പാക്യം പിതാവ് അനുസ്മരിച്ചു. കുശവർക്കൽ ഇടവകയിൽ വയോജനങ്ങളെ ചേർത്ത് പിടിച്ച് ഒരോണാഘോഷം. നമുക്ക് മുന്നേ നടന്നവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് വയോജനങ്ങൾക്കായി ഓണസൗഹൃദവും ഒത്തുകൂടലും സംഘടിപ്പിച്ച് പേട്ട ഫെറോനയിൽ കുശവർക്കൽ ഇടവക ആനന്ദകരവും മാനസിക ഉല്ലാസവും നൽകുന്ന തരത്തിൽ വയോജനങ്ങൾക്കായി സംഘടിപ്പിച്ച ഓണസൗഹൃദം പരിപാടിയിൽ ഫെറോന സാമൂഹ്യ ശുശ്രൂഷ സമിതി കോർഡിനേറ്ററും ഇടവക വികാരിയുമായ ഫാദർ പോൾ പഴങ്ങാട്, രൂപത ആരോഗ്യകാര്യ കമ്മീഷൻ കോർഡിനേറ്റർ സിസ്റ്റർ സ്വപ്ന, വയോജന ഫോറം പ്രസിഡന്റ് ശ്രീമതി ലില്ലി, ഫെറോന സാമൂഹ്യ ശുശ്രൂഷ സമിതി കൺവീനർ ശ്രീ ഹ്യൂബർട്ട്, കുശവർക്കൽ ഇടവക സാമൂഹ്യ ശുശ്രൂഷ സമിതി കൺവീനർ ശ്രീമതി മേരി എന്നിവർ സന്നിഹിതരായിരുന്നു. വയോജനങ്ങൾക്കായി വിവിധ മത്സരങ്ങൾ നടത്തി സമ്മാനങ്ങൾ നൽകി. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മീഡിയ കമ്മീഷൻ ന്യൂസ് പോർട്ടലോ ഫേസ്ബുക്ക് പേജോ സന്ദർശിക്കുക. അടുത്ത ന്യൂസ് ബുള്ളറ്റിനിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി.